നമസ്കാരം. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യയുടെ ഉപയോഗം നമുക്ക് ചുറ്റിലും കൂടി വരുന്ന സാഹചര്യമാണുള്ളത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലടക്കം ഇതിന്റെ പ്രാധാന്യം വളരെയധികം കൂടുതലാണ്. ഇത് സംബന്ധിച്ചുള്ള ഒരു പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. AI ശേഷിയുള്ള ലോകത്തെ ആദ്യത്തെ സമൂഹ മാധ്യമം എന്ന വിശേഷണം റിയലി എന്ന സ്പാനിഷ് കമ്പനിക്ക് സ്വന്തം. റിയലി AI എന്ന പേരിലാണ് പുതിയ പരീക്ഷണം നടത്തിയിട്ടുള്ളത്. ഉപയോക്താക്കൾക്ക് തങ്ങളുടെ ഡിജിറ്റൽ അപരനെ സൃഷ്ടിക്കാനുള്ള പുതിയ ഫീച്ചറുകളുമായാണ് കമ്പനി എത്തുന്നത്. ഇന്ത്യ, അമേരിക്ക, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, ബ്രസീൽ, മെക്സിക്കോ എന്നീ 6 രാജ്യങ്ങളിലാണ് റിയലി സോഫ്റ്റ് ലോഞ്ച് നടത്തിയിരിക്കുന്നത്. ആൽഫ ഘട്ടത്തിലുള്ള ഈ ആപ്പിന്റെ ആദ്യ പ്രതികരണങ്ങൾ ഉപയോക്താക്കളിൽ നിന്നും ലഭിച്ച ശേഷമായിരിക്കും ആപ്പ് പൂർണ്ണ സജ്ജമായി അവതരിപ്പിക്കുക. ഹോസെ കുഎർവോ, ആന്റോണിയോ കമാച്ചോ എന്നിവരാണ് റിയലിയുടെ സ്ഥാപകർ. ഏകദേശം 4000 പേരെ കൊണ്ട് പരീക്ഷിപ്പിച്ച ശേഷമാണ് ആൽഫ ആരംഭിച്ചിരിക്കുന്നതെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒറ്റ മാർക്കറ്റല്ല, നിരവധി മാർക്കറ്റുകളുടെ സമ്മേളനമാണ് എന്ന് തങ്ങൾ കണ്ടെത്തിയെന്നും അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള പ്രതികരണം വളരെ പ്രധാനമാണെന്നും ഹോസെ പറഞ്ഞു. മനുഷ്യർ തമ്മിൽ കൂടുതൽ അർത്ഥവത്തായ ബന്ധം സ്ഥാപിക്കുക എന്നതാണ് റിയലിയുടെ പ്രധാന ലക്ഷ്യം. ഓരോരുത്തർക്കും തങ്ങളുടെ അറിവുകളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ പുതിയ സാഹചര്യം ഒരുക്കലാണ് റിയലി ശ്രമിക്കുന്നത്. അതിനായി ഉപയോക്താക്കൾക്ക് റിയലി ആപ്പിൽ അവരുടെ ഡിജിറ്റൽ ഇരട്ടയെ സൃഷ്ടിക്കാൻ സാധിക്കും. ഫേസ്ബുക്ക് പോസ്റ്റുകൾ, വോയിസ് ക്ലിപ്പുകൾ, വീഡിയോകൾ തുടങ്ങിയവയെ പോലെയല്ലാതെ റിയലി യൂസർമാർക്ക് തങ്ങളുടെ ഡിജിറ്റൽ അപരനെ സൃഷ്ടിക്കാനാകുമെന്നാണ് ഇതിന്റെ പ്രധാന ഹൈലൈറ്റ്. ഇതിനായി വോയിസ് ക്ലോണിംഗ്, ലിപ്സിംഗിംഗ് തുടങ്ങിയ പരീക്ഷണങ്ങൾ നടത്താനാണ് പദ്ധതി. ഇങ്ങനെ സൃഷ്ടിച്ചെടുക്കുന്ന ഡിജിറ്റൽ അപരനെ ഉപയോക്താക്കൾക്ക് കൂടുതൽ സാമ്യതകൾ കൊണ്ടുവരാൻ വീണ്ടും പരിശീലനം നൽകാം. മറ്റ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലുള്ള കണ്ടന്റും റിയലിയിൽ പ്രവേശിപ്പിക്കാം. ഇന്റർനെറ്റിൽ പ്രതിനിധീകരിക്കാനുള്ള ഡിജിറ്റൽ അപരന് അത് നേരത്തെ പറഞ്ഞത് എന്താണെന്ന് ഓർത്തെടുക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. 100ലേറെ ഭാഷകളിൽ കണ്ടന്റ് കൈകാര്യം ചെയ്യാനാകും. അതുവഴി ലോകമെമ്പാടുമുള്ള ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനും സാധിക്കുന്നു. പല വിഷയങ്ങളിലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും മനസ്സിലാക്കാനും ഇതുവഴി സാധിക്കും. നിലവിലുള്ള മറ്റ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളുമായി നമുക്ക് റിയലിയെ ബന്ധിപ്പിക്കാവുന്നതാണ്. ഇതിലൂടെ AIക്ക് അക്കൗണ്ട് ഉടമയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ ഒരു ആധുനിക സംവിധാനം നിലവിലില്ലെങ്കിലും വൈകാതെ തന്നെ ഫേസ്ബുക്കിന് ഇത് വികസിപ്പിക്കാൻ സാധിച്ചേക്കും. റിയലിക്കെതിരെ മെറ്റയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് ടെക് പ്രേമികൾ. സമൂഹ മാധ്യമ രംഗത്ത് തങ്ങൾക്കെതിരെ വരുന്ന ഏതൊരു വെല്ലുവിളിയെയും പുഷ്പം പോലെ കൈകാര്യം ചെയ്യുന്ന ഫേസ്ബുക്കിന് ഇത് മറ്റൊരു തിരിച്ചടിയാകുമോ എന്നത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. എന്തായാലും AIയുടെ സ്വാധീനം പല മേഖലകളിലും കൂടി വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ എവിടെയും കൊടുക്കാതിരിക്കുക എന്നത് തന്നെയാണ് പറയാനുള്ളത്. പല ചതിക്കുഴികളും നമുക്ക് ചുറ്റിലുമുണ്ടാകും. എടുത്തുചാടി ഒരു തീരുമാനമെടുക്കാതെ നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിച്ച് കാര്യങ്ങൾ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുക. വാർത്തയുടെ നിറം തേടി തനിനിറം.